സയ്യിദ് അവറുകൾ, അതുപോലെ നമുക്ക് ഉപദേശം നൽകാൻ പ്രസംഗിക്കാനെത്തിയ ബഹുമാനപ്പെട്ട മുഈനി ഉസ്താദ് അവറുകൾ. ഉസ്താദ് പ്രസംഗിക്കുന്നതിന് മുമ്പ് ഇടക്കൊരു പ്രസംഗം ഒരു അധിക പ്രസംഗമാണ്, എന്നാലും ക്ഷണിച്ചത് കൊണ്ട് മാത്രം ഒന്ന് രണ്ട് വാക്കുകൾ പറയാം. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഉറൂസ് മുബാറക്കിലാണ് നാം ഒരുമിച്ച് കൂടിയത്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളായത്? മഹദിയായ റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ, ആ റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ ഒരു രാത്രി ഇങ്ങനെ ഒരു ബൈത്ത് പാടുകയാണ്. കുല്ലുഹും യഅ്ബുദുക മിൻ ഖൗഫി നാരി വയറൗന അൻ-നജാത ഹല്ലൻ ജസീല ഔ ബി അൻ യസ്കുനുൽ ജിനാന ഫയഹ്ലൗ ബിരിയാദിൻ വയശ്റബു സൽസബീല ലൈസ ലീ ഫിൽ ജിനാനി വൻ നാരി റഅയുൻ അന ലാ അബ്തഗി ബിഹിബ്ബി ബദീല. ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും അള്ളാഹുവിനെ ആരാധിക്കുന്നത്, ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നത് ഒന്നിരിക്കലോ മിൻ ഖൗഫി നാരി, അവർ നരകത്തിനെ പേടിച്ചുകൊണ്ടായിരിക്കും. നാളെ ആഖിറത്തിൽ നരകത്തിൽ വീണുപോയാലോ, മഹ്ശറയിൽ ഹിസാബ് കഴിഞ്ഞാൽ എനിക്ക് കണക്കാക്കപ്പെടുന്ന വീട് നരകം ആയി പോയാലോ എന്ന പേടി കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും കുല്ലുഹും യഅ്ബുദുക, എല്ലാ ആളുകളും അള്ളാഹുവിനെ ആരാധിക്കുന്നത്. അതല്ലെങ്കിൽ ഔ ബി അൻ യസ്കുനുൽ ജിനാന ഫയഹ്ലൗ, അല്ലെങ്കിൽ സ്വർഗം കിട്ടും എന്ന പ്രതീക്ഷ കൊണ്ട്, സ്വർഗം കിട്ടണം എന്ന പൂതി കൊണ്ട്, കൊതി കൊണ്ടായിരിക്കും ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നത്. പക്ഷേ അവരിൽ നിന്നും വ്യത്യസ്തരാവുകയാണ് മഹത്തുക്കളായ ഔലിയാക്കൾ. ഔലിയാക്കൾ അള്ളാഹുവിനെ ആരാധിക്കുന്നത് അവർ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടല്ല, നരകത്തെ പേടിച്ചുകൊണ്ടല്ല അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നത്. മറിച്ച് ലൈസ ലീ ഫിൽ ജിനാനി വൻ നാരി റഅയുൻ അന ലാ അബ്തഗി ബിഹിബ്ബി ബദീല ഫമാ മഖ്സൂദുഹും ജന്നാത്തു അദ്നി വലൽ ഹൂറുൽ ഹിസാൻ വലൽ ഖിയാമ സിവാ നളരിൽ ജലീൽ ഫദാമുനാഹും. അവരുടെ ഉദ്ദേശം അള്ളാഹുവിനെ കാണണം എന്നുള്ളതാണ്. ഒരൊറ്റ ഉദ്ദേശം, എനിക്ക് അള്ളാഹുവിനെ കാണണം. അത് സ്വർഗത്തിലായാലും നരകത്തിലായാലും മഹ്ശറയിലായാലും ദുനിയാവിലായാലും ആഖിറത്തിലായാലും എവിടെയാണെങ്കിലും എനിക്ക് അള്ളാഹുവിനെ കാണണം, എനിക്ക് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണം, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണം എന്ന ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ് മഹത്തുക്കളായ ഔലിയാക്കൾ ഇവിടെ ജീവിതം നയിച്ചത്. ആ കാരണം കൊണ്ടാണ് മരണശേഷം അവർക്ക് ഇത്രയും പവർ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ആ ഔലിയാക്കളുടെ പൊരുത്തത്തിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മുഈനി ഉസ്താദ് അവറുകൾ നമുക്ക് വേണ്ടി നല്ല പ്രസംഗം നടത്തി തരും. അല്ലാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവറുകൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അവിടുത്തെ നേതൃത്വം ദീർഘകാലം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.